തിരുവനന്തപുരത്ത് നിന്ന് ആർ രാജീവിൻ്റെ ബ്രേക്കിംഗ് ആണ്. ഈ കോളനി എന്ന പേരുമാറ്റം വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ആ പേരുമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ പുനഃപരിശോധന. പേര് മാറ്റിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കും. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പട്ടിക വിഭാഗങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെ ബാധിക്കുന്നോ എന്നും പരിശോധിക്കും. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കെ രാധാകൃഷ്ണൻ മന്ത്രിപദം ഒഴിയും മുൻപാണ് കോളനി എന്ന പേര് മാറ്റിയത്. ജനം ബ്രേക്കിംഗ്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, ഇത് വലിയ വാർത്തയും വിവാദവും ആയിരുന്നു. അതായത് കോളനി എന്നുള്ളൊരു പേര് മോശമാണ്, അത് വേണ്ട, ഇത്തരം പിന്നാക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾക്ക് കോളനി എന്ന പേര് വേണ്ട, അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. പക്ഷേ പല ആനുകൂല്യങ്ങളും കോളനി എന്ന് പറയുന്ന പദപ്രയോഗത്തിലൂടെയാണ് നടപ്പാക്കിയിരുന്നത്. ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള പരാതികളും വന്നിരുന്നു. രാജീവ്, ഇത് തിടുക്കത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ എടുത്ത തീരുമാനമാണോ? ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ വിവിധ വശങ്ങൾ എന്തൊക്കെയാണ്? പ്രദീപ്, പ്രധാനമായും ആലത്തൂരിൽ വിജയിച്ചതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിപദം ഒഴിയുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. വേണ്ടത്ര പഠനം നടത്താതെയാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് എന്ന പരാതി വ്യാപകമായി തന്നെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനികൾ എന്നായിരുന്നു നിലവിൽ അറിയപ്പെട്ടിരുന്നത്. ഇതാണ് ഒഴിവാക്കിക്കൊണ്ട് നഗർ എന്ന് പേര് മാറ്റിയത്. മാത്രമല്ല, ഗോത്രവിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശത്തിന് പ്രകൃതി എന്നും പേര് മാറ്റാനുള്ള ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ വിമർശനങ്ങൾ തന്നെയായിരുന്നു ഉയർന്നു വന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവർക്ക് പല ആനുകൂല്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് കോളനി എന്ന പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഉത്തരവുകൾ പലപ്പോഴും പുറത്തിറങ്ങാറുള്ളത്. അത് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് ഇവർക്ക് തടസ്സമാകുമെന്നായിരുന്നു ഈ സംഘടനകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. മന്ത്രിക്ക് മുന്നിൽ ആ ഘട്ടത്തിൽ തന്നെ പരാതികൾ എത്തിയിരുന്നെങ്കിലും അതൊന്നും പരിഹരിക്കാതെ കൃത്യമായി ഒരു ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അപ്പോഴും ഉയർന്നിരുന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്താതിരുന്നത്. പ്രത്യേകിച്ചും ഈ കോളനികളിൽ താമസിക്കുന്നവരുടെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ഗോത്രവിഭാഗക്കാർ, വനവാസി വിഭാഗത്തിൽപ്പെടുന്നവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. അതൊന്നും പരിഹരിക്കാതെ ഈ പേര് മാറ്റിയതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനമെന്ന ചോദ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും സർക്കാരിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട CPM നേതൃത്വത്തിനുൾപ്പെടെ പരാതികൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. വേണ്ടത്ര പഠനങ്ങൾ നടത്താതെയാണോ ഇത് സംബന്ധിച്ച ഉത്തരവ്, അതായത് തിടുക്കപ്പെട്ട് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയോ എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ മുഖ്യമന്ത്രി നേരിട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. നമ്മൾ കുറച്ച് മുൻപ് ചെയ്തൊരു വാർത്തയുണ്ട്, ധനവകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ. അതുപോലെ തന്നെ കൂടുതൽ വകുപ്പുകളിലേക്ക് മുഖ്യമന്ത്രി ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ കാണാൻ കഴിയും. ഏതായാലും കെ രാധാകൃഷ്ണൻ മന്ത്രിപദം ഒഴിയുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് എടുത്ത ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പുനഃപരിശോധന നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ കോളനി എന്ന വാക്ക് തുടരണോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രദീപ്. രാജീവ്, ഇത് ഈ സർക്കാർ കൈക്കൊണ്ട പല നടപടികളെയും പോലെ ആദ്യം ഒരു എടുത്തുചാട്ടം, മുൻപിൻ ആലോചിക്കാതെ ഉള്ള ഒരു നടപടി, പിന്നെ പിന്നാക്കം പോക്ക്. കഴിഞ്ഞ ദിവസം കൂടി ഇത്തരം വാർത്തകൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്, ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കും എന്ന് പറഞ്ഞ് എടുത്തു ചാടുന്നു. അത് കഴിഞ്ഞ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ എതിർപ്പ് വരുന്നു, അതിൽ നിന്ന് പിന്നാക്കം പോകുന്നു. അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ. ഇത് ഒരു സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സമീപനത്തിന് ചേർന്നതാണോ? ഒരു മന്ത്രി ഒരു തീരുമാനമെടുക്കുന്നു, നടപ്പാക്കുന്നു, അത് കഴിഞ്ഞ് ആ മന്ത്രി രാജിവെക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി. അതിന് പിന്നാലെ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു, മന്ത്രി എടുത്ത നടപടി ശരിയാണോ, നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന്. ഇത്തരമൊരു ഉത്തരവ് ഇറങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രിമാർക്ക് പരിചയക്കുറവുണ്ടായിരിക്കാം, മന്ത്രിമാർക്ക് എല്ലാ നിയമങ്ങളും അറിയണമെന്നില്ല. പക്ഷേ ശ്രീ കെ രാധാകൃഷ്ണൻ ആദ്യമായി മന്ത്രിയാകുന്ന ആളുമല്ല. പക്ഷേ ഇത്തരമൊരു ഉത്തരവിറങ്ങുമ്പോൾ ഒരു ഏറ്റവും താഴെത്തട്ട് മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥരിലൂടെ കടന്നു പോകുന്നില്ലേ? നിയമ സെക്രട്ടറി ഇത് കാണുന്നില്ലേ? വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് കാണുന്നില്ലേ?
പ്രദീപ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ആലത്തൂരിൽ നിന്ന് വിജയിച്ച ഉടൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് കെ രാധാകൃഷ്ണന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ അത്തരം വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ പ്രധാനമായും ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരെ പരാതികൾ വ്യാപകമായി എത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കോളനി എന്ന പേര് ഒഴിവാക്കിയത് വലിയ അഭിമാന നേട്ടമായി തന്നെയായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പട്ടികവിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശത്തിന് കോളനി എന്ന പേര് നൽകിയത് ശരിയല്ല, അല്ലെങ്കിൽ ഇനിയും അത് ഉപയോഗിക്കുന്നത് ശരിയല്ല, അത് നഗറാക്കി മാറ്റുന്നു എന്ന അഭിമാനത്തോടു കൂടിയായിരുന്നു കെ രാധാകൃഷ്ണൻ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. കാരണം നമുക്ക് കോളനികളുടെ അവസ്ഥകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. വളരെ ശോചനീയമായ അവസ്ഥയാണ് പലയിടത്തും നിലനിൽക്കുന്നത്. സർക്കാർ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് വനവാസി മേഖലകളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നത്. മാത്രമല്ല, അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പോഷകാഹാരക്കുറവ് ഉൾപ്പെടെ അവിടെ നേരിടുന്നു. ഇതേ അവസ്ഥ തന്നെ പല വനവാസി കോളനികളിലും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഊരുകളിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഊര് എന്ന പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും വലിയ വിമർശനം ഉയർന്നിരുന്നു. പരമ്പരാഗതമായി അവർ ഉപയോഗിച്ചു വരുന്ന ഒരു പേരാണ് ഊര്. അത് മാറ്റുമ്പോൾ തീർച്ചയായും അവർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ട് വേണം ഇത്തരം പേരുമാറ്റം നടപ്പാക്കാനെന്ന വിമർശനമായിരുന്നു പ്രധാനമായും ഈ വനവാസികൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. പട്ടികവിഭാഗക്കാരുടെ സംഘടനകളും ഈ ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട ഏതായാലും ഇത്തരം ഒരു പുനഃപരിശോധനയിലേക്ക് പോകുന്നത്. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാതിരിക്കുക, ഉടൻ തന്നെ ഉത്തരവുകൾ ഇറക്കുക, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വേണ്ടത്ര ചർച്ചകൾ നടത്താതിരിക്കുക. കാരണം ഇവിടെയും പ്രസക്തമായത് ഇത് തന്നെയാണ്. ഈ പട്ടികവിഭാഗക്കാരുമായി കാര്യമായ ഒരു ചർച്ച നടന്നിട്ടില്ല, അവരുടെ സംഘടനാ നേതാക്കളുമായി ചർച്ച നടന്നിട്ടില്ല, വനവാസികളുമായി ചർച്ച നടത്തിയിട്ടില്ല. ഇതൊന്നും നടത്താതെയാണ് തിരികെ എത്താം. കാര്യം ഈ വാർത്ത ഈ ഒരു ബുള്ളറ്റിൻ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് തുടർന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്.